ഞാൻ ഖലീഫ കണ്ടു. പോക്കിരി രാജ ചിത്രത്തിന് ശേഷം വൈശാഖും പൃഥ്വിരാജും ഒന്നിക്കുന്ന ചിത്രമാണ്. സ്വർണ്ണക്കടത്ത് സംബന്ധമായിട്ടുള്ള സ്റ്റോറിയാണ്. ആക്ഷന് വളരെ പ്രാധാന്യമുള്ള ഒരു സ്റ്റോറിയാണ്. ഇതിലെ ആക്ഷൻ രംഗങ്ങളെല്ലാം ചിത്രീകരിച്ചിരിക്കുന്നത് 3 പ്രഭുക്കന്മാരാണ്. ചേതക് ഡിസൂസ ആൻഡ് യാനിക് ബെൻ ഫിനിസിക് പ്രഭു എന്നിവരാണ് ഇതിന്റെ ആക്ഷൻ കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഇതിന്റെ സ്റ്റോറി എഴുതിയിരിക്കുന്നത് ജിനു വി എബ്രഹാം ആണ് ഇതിന്റെ സ്റ്റോറി. മ്യൂസിക് ജെയ്സ് ബിജു. പിന്നെ ഇതില് പുതുമുഖ നായികയാണ് ഉള്ളത് മാളവിക ശർമ്മ. പിന്നെ ഇതിൽ വില്ലനായിട്ട് പ്രസന്റ് ചെയ്തിരിക്കുന്നത് ഹിന്ദിയിൽ നായകനായിട്ട് കുറെ പടങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ കത്തി എന്ന് പറഞ്ഞ വിജയുടെ പടത്തിൽ വില്ലനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഇതില് മലയാളത്തിൽ ആദ്യമായിട്ട് ഇൻട്രൊഡക്ഷൻ ചെയ്യുന്നത് ഈ സിനിമയിലാണ്. അദ്ദേഹത്തിന്റെ പേര് നീൽ നിതിൻ മുകേഷ് ആണ്. പിന്നെ അനവധി ആൾക്കാർ ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇന്ദ്രൻസ് ഉണ്ട്, ഷമി തിലകൻ ഉണ്ട്, പിന്നെ എന്താണ് മോഹിനി ഉണ്ട്, രഞ്ജി പണിക്കരുണ്ട്. അങ്ങനെ ഒട്ടനവധി ആക്ടേഴ്സ് ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ എടുത്ത് പറയാനുള്ളത് ഇതിന്റെ സ്റ്റൈലിഷും മാസും കാണിക്കാൻ പൃഥ്വിരാജ് ഇതിൽ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ കഥ ക്ലീഷയാണ്, സ്ഥിരം പാറ്റേൺ രീതിയിൽ തന്നെയാണ് അവർ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. അതിന് വ്യത്യാസമൊന്നുമില്ല. കാരണം ഓരോ സീൻ ബൈ സീൻ നമുക്ക് പ്രെഡിക്റ്റബിൾ ആണ്, എന്ന സീനാണ് വരിക എന്ന് അതിൽ കറക്റ്റായിട്ട് നമുക്ക് അറിയും. ആ പടം നമ്മൾ കണ്ടു തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ ഏകദേശം ഈ സീന്. പിന്നെ ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ലിപ് മൂവ്മെന്റ്സ് വളരെ മോശമായിരുന്നു. വില്ലന്റെയും എടുത്തു പറയണം, അത് വളരെ ശോചനീയാവസ്ഥയായിരുന്നു. വില്ലന്റെയും നായികയുടെയും. നായിക വലിയ പ്രാധാന്യം ഇല്ലെങ്കിൽ പോലും ലിപ് മൂവ്മെന്റ്സ് ഒന്ന് ശ്രദ്ധിക്കണമായിരുന്നു എന്നുള്ളൊരു. എല്ലാ സിനിമകളിലും വലിയ ബഡ്ജറ്റ് സിനിമകളിലൊക്കെ വലിയ മറ്റേ പുറത്തുനിന്ന് ആൾക്കാരെ കൊണ്ടുവന്ന് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ പോലും ലിപ് മൂവ്മെന്റ്സ് വളരെ ശ്രദ്ധിക്കാൻ അവർക്ക് സമയം കിട്ടില്ലാത്ത പോലെയാണ് കാണിക്കുന്നത്. കാരണം വളരെ മോശം ആയിട്ട് തോന്നി. പക്ഷെ ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, ജെയിംസ് ബിജോയിന്റെ മ്യൂസിക്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ അതിഗംഭീരമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. അതന്നെ ഈ പടത്തിന്റെ ഏറ്റവും വലിയ ഭയങ്കര മാസമായിട്ട് നമുക്ക് തന്നെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. രസമായിട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ പറയാം എന്താണ് മലയാളത്തിലെ ഒരു അനിരുദ്ധ് എന്ന് പറയാം. അത്രയും ഗംഭീരമായിട്ടാണ് അദ്ദേഹം അതിൽ ചെയ്തു വെച്ചിരിക്കുന്നത്. അത് ഒരു രക്ഷയില്ല. പിന്നെ ഇതിൽ ക്യാമിയോ അറിയാലോ, എല്ലാവർക്കും അറിയാം. ലാലേട്ടൻ വരുന്നുണ്ട്. ലാലേട്ടന്റെ പോർഷൻ ഗംഭീരാണ്, പീക്കാണ്. അത് കൂടാതിട്ട് തന്നെ 2 ക്യാമിയോ വേറെ ഉണ്ട്. അത് നിങ്ങൾ പടം പോയി കണ്ടു കഴിഞ്ഞാലേ അതറിയുള്ളൂ. ധൈര്യസമേതം ഓണത്തിന് ഫാമിലി ആയിട്ട് പോയി കാണാൻ പറ്റുന്ന ഒരു മാസ് പടമാണ്. ധൈര്യസമേതം നിങ്ങൾക്ക് ടിക്കറ്റ് എടുക്കാം, ഫാമിലി ആയിട്ട് പോയി കാണാം. ഹാപ്പി ഓണം.